ഹലോ എവരിവൺ, IVF ജേണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ IVF-ആയിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നിരുന്നു. അതിനൊരു മറുപടിയായിട്ട് അത് സിംഗിൾ ലൈനിൽ എനിക്കൊരു മറുപടി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നേക്കുന്നത്. അതായത് നമുക്ക് ഇതായിരുന്നു വിഷയം. അതായത് നമുക്ക് മെഡിക്കേറ്റഡ് FET ആണ്. അപ്പോൾ 19 ദിവസം കഴിഞ്ഞിട്ടും എൻഡോമെട്രിയം തിന്നായിട്ട് നിൽക്കുവാണ്. അതായത് ലെസ് ദാൻ 7 mm ആണ്. അപ്പോൾ അതുകൊണ്ട് സൈക്കിൾ ക്യാൻസൽ ചെയ്യപ്പെടുമോ, ഇനി നടക്കില്ലേ എന്നൊക്കെ ആയിരുന്നു ഡൗട്ട് അതിൽ. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നാച്ചുറൽ സൈക്കിളിലല്ല, മെഡിക്കേറ്റഡ് FET, അതായത് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിനെ പറ്റി ബ്രീഫായിട്ട് പറയാം. അതായത് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമുക്ക് പീരീഡ്സ് ആയ സെക്കൻഡ് ഡേ നമുക്ക് സ്കാനിങ് ഉണ്ടാവും. അത് സിസ്റ്റ് വല്ലതുണ്ടോ എന്ന് അറിയുന്നതിനുള്ള സ്കാനിങ് ആണ്. പിന്നെ മാത്രമല്ല ആ സമയത്ത് പീരീഡ്സ് സമയത്ത് എൻഡോ ലൈനിലും തിന്നായിരിക്കണം. അതും കൂടി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്കാൻ ചെയ്യുന്നത്. ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അന്നേ ദിവസം മുതൽ നമുക്ക് ലൈനിങ് തിക്കാവാൻ വേണ്ടിയിട്ട് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സ് ഈസ്ട്രജൻ ടാബ്ലറ്റ്സ് തരും. അത് ഓരോരുത്തരുടെ ബോഡി ഘടനനുസരിച്ചിട്ട് ഈസ്ട്രജൻ്റെ ഡോസ് തരണം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡോസിലാണ് തരിക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഒരു സ്കാൻ ഉണ്ടാവും. എൻഡോമെട്രിയം തിക്കായിട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള സ്കാനിങ് ആണ് ചെയ്യുക. അതിനുശേഷം പിന്നീട് കുറച്ച് ദിവസങ്ങൾ ഇടവിട്ട്, അതായത് എൻഡോമെട്രിയൻ്റെ ലൈനിങ് അതുപോലെ തന്നെ വാസ്കുലാരിറ്റി, കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. അതിൽ പറയുന്നുണ്ട് വാസ്കുലാരിറ്റി, പിന്നെ ട്രൈലാമിനാർ ആണോ അങ്ങനെ എല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് പിന്നെ സ്കാനിങ് ഉണ്ടാവും. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാലും എൻഡോ എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക സ്ലോയിലായിരിക്കും അത് തിക്കായിട്ട് വരും. പ്രോഗ്രസ് ചെയ്യുന്ന വളരെ സ്ലോയിലായിരിക്കും വരിക. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രാൻസ്ഫർ നടന്ന സമയത്ത് അങ്ങനെയാണ്. എനിക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്, തിക്നെസ് കൂടുന്നുണ്ട്. പക്ഷേ എന്നാലും തിക്നെസ് കൂടുന്നതെന്ന് പറഞ്ഞാൽ വളരെ പയ്യാണ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പറയാം, വാസ്കുലാരിറ്റി ഉണ്ടായിരുന്നു, ട്രൈലാമിനാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തിക്നെസ് വളരെ സ്ലോ, ഗ്രാജുവലിയാണ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പലവട്ടം ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇനിയിപ്പോൾ ട്രാൻസ്ഫർ നടക്കുമോ, അല്ലെങ്കിൽ എത്ര ദിവസം ഇനിയും ഹോസ്പിറ്റലിൽ വിസിറ്റ് ഉണ്ടാവണം. ആ സമയത്ത് ഞാൻ ജോലിക്ക് പോകണം, ഈ വരുന്ന ദിവസമൊക്കെ ലീവ് എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടോടുകൂടി ഞാൻ ചോദിക്കുകയാണ് എത്ര ദിവസം വരേണ്ടി വരും എന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ എന്നോട് കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞില്ല. അതായത് ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് ചെറിയ പയ്യെ ഇത് കയറി വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് സൈക്കിൾ ക്യാൻസൽ ചെയ്യണം എന്ന് യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ അങ്ങനെ പയ്യെ എന്താ പറയുക എൻഡോ തിക്കാവുന്ന ആൾക്കാർക്ക് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോൾ 7 mm താഴെ തന്നെയാണ് തിക്നെസ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ചെയ്യുക എന്നാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നിരിക്കുന്ന ഈസ്ട്രജൻ ടാബ്ലറ്റ്സിൻ്റെ ഡോസ് ഒന്ന് കൂട്ടും. അപ്പോൾ ആ ഡോസ് കൂട്ടും. ചിലർക്ക് വജൈനലായിട്ട് ടാബ്ലറ്റ് തരും. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ അതായത് സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, എനിക്ക് തോന്നുന്നത് കയ്യിലൊക്കെ സ്പ്രേ ചെയ്യുന്ന അങ്ങനെ സ്പ്രേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈസ്ട്രജൻ്റെ ഡോസ് നമുക്ക് ഓറൽ കഴിക്കുന്നതോടൊപ്പം തന്നെ പാരസൈഡൊക്കെ തരും. അപ്പോൾ അങ്ങനെ തന്നിട്ടും തിക്നെസ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ തിക്നെസ് കൂടുന്നില്ല, പിന്നെ എന്താ പറയുക വാസ്കുലാരിറ്റി ഒന്നും വരുന്നില്ല, അങ്ങനെ എല്ലാ ഘടകങ്ങളും നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ് ആ സൈക്കിൾ ഉപേക്ഷിക്കേണ്ടി വരുള്ളൂ. ഇപ്പം നിങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് തിക്നെസ് കൂടുന്നുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആണ്. എംബ്രിയോനെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഫ്രീസ് ചെയ്യാം. ഇത്രാമത്തെ ദിവസം തിക്നെസ് റെഡി ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ട്രാൻസ്ഫറിൽ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു 25 ദിവസത്തിന് മേലെ എടുത്തിട്ടാണ് തിക്നെസ് റെഡി ആയത്. പക്ഷേ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു, പോസിറ്റീവായി കിട്ടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രാമത്തെ ദിവസം ട്രാൻസ്ഫർ ചെയ്താൽ സക്സസ് ആകുള്ളൂ, അങ്ങനെയുള്ള കണക്കൊന്നുമില്ല. പിന്നെ ഇത്ര ദിവസം മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ എൻഡോ റെഡി ആകുള്ളൂ, അങ്ങനെ ആർക്കും ഇത്ര കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല എൻഡോമെട്രിയം റെഡി ആവുന്നത് എപ്പോഴാണെന്ന്. അത് ഓരോരുത്തരുടെ ബോഡിയാണ്, അവരവർക്ക് അവരുടെ ടൈം എടുക്കും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രാൻസ്ഫർ അങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ സെക്കൻഡ് ട്രാൻസ്ഫറിൽ വന്നപ്പോഴത്തേക്കും വേഗം എൻഡോ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും എല്ലാ ടൈമിലും ഒരുപോലെ ആയിക്കൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എന്താ പറയുക, ഡേ 2 തൊട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും. അതിന് എൻഡോമെട്രിയം തിക്നെസ് റെഡിയാകും. ഒരു 7, അതായത് നമുക്ക് 7 to 8 എബോവ് എന്നാൽ നല്ലത്. 8 എബോവ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് പ്രൊജസ്ട്രോൺ സ്റ്റാർട്ട് ചെയ്യും. ഡേ 3 ആണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രൊജസ്ട്രോൺ സ്റ്റാർട്ട് ചെയ്ത് 3-ാമത്തെ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യുക. ഡേ 5 എംബ്രിയോ ആണെങ്കിൽ 5 ദിവസം പ്രൊജസ്ട്രോൺ എടുക്കേണ്ടി വരും. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യുക. അങ്ങനെയാണ് എന്താ പറയുക ട്രാൻസ്ഫറിൻ്റെ ഡേറ്റ് തീരുമാനിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത്രാമത്തെ ദിവസമാണ് ഒരു കലണ്ടർ ഡേയ്സിൽ കൃത്യമായിട്ട് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല എൻഡോമെട്രിയം ട്രാൻസ്ഫറിൻ്റെ കേസിൽ. അതുപോലെ സക്സസ് ആകില്ല എന്നൊന്നും പറയാൻ കഴിയില്ല.
അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിലെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാമൊക്കെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക. നമ്മുടെ തിരിച്ച് വന്നിരിക്കുകയാണ് വീഡിയോ ആയിട്ട്. ഇനി മുതൽ ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ നമ്മുടെ സബ്സ്ക്രിപ്ഷനിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് പേഴ്സണൽ നമ്പർ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസ് അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിലായിരിക്കും ഇനി ഷെയർ ചെയ്യുക. പബ്ലിക്കായിട്ട് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എക്സ്ക്ലൂസീവായിട്ട് ലൈവൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.